ഹലോ കൂട്ടുകാരെ, കുറച്ച് നാൾ മുമ്പ് എത്രിക് കോഡ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഒരു ലാസ്റ്റ് വീഡിയോ പെൻഡിങ് ആയിരുന്നു. അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതായത് എത്രിക് കോഡ്സ് ഹീലേഴ്സിൽ എങ്ങനെ തിരിച്ചറിയാം, ആ ഒരു നെഗറ്റീവ് കോഡ്സ് അറ്റാച്ച്ഡ് ആണെന്ന് ഹീലേഴ്സിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു കണ്ടൻറ്റിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഹീലേഴ്സ്, പ്രത്യേകിച്ചും റേക്കി ഹീലേഴ്സിൽ റേക്കി പഠിച്ചവർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ, അവരിപ്പം സ്വയം ഹീൽ ചെയ്യാനാവാം, മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീലേഴ്സ് ആവാം. അവർക്ക് വേണ്ടി ഒരു 1 hourൻ്റെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, അതായത് ഡേറ്റും കണ്ടക്ട് ചെയ്യുന്നത് ഗൂഗിൾ മീറ്റിലൂടെയാണെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെയും അധികം താമസിക്കാതെ ഞാൻ പോസ്റ്റായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ, അല്ലെങ്കിൽ ഈ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hourൻ്റെ സെഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പഠിച്ച ഒത്തിരി സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ മറ്റു പല മാസ്റ്റേഴ്സിൽ നിന്നും പഠിച്ച സ്റ്റുഡൻസ് ആവാം. അവരൊക്കെയും ആദ്യത്തെ കാര്യം കുറച്ച് നാൾ പഠിച്ച ഉടനെ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് വരും. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യാതെ അങ്ങ് വിട്ടുപോകും. പിന്നെ അവർക്ക് ഒത്തിരി ഡൗട്ട്സ് കാണും. പിന്നെ അറ്റ്യൂൺമെൻ്റ് എടുക്കണോ, പിന്നെയും പഠിക്കണോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് കാണും. അതല്ലാതെ പ്രാക്ടിക്കലി ഇവർ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ, അതായത് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി അറിഞ്ഞോ അറിയാതെ ഒത്തിരി ഡൗട്ട്സ്, ഓഫ് കോഴ്സ് നമ്മളുടെ വിസ്ഡമാണ് ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സെഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും, പഠിച്ച ആർക്ക് വേണമെങ്കിലും ജോയിൻ ആവാവുന്നതാണ്. ഫസ്റ്റ് ലെവൽ ആൻഡ് സെക്കൻഡ് ലെവൽ. അത് എൻ്റെ അടുത്തുനിന്ന് തന്നെ ആവണമെന്നില്ല. ഏതൊരു മാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ അറ്റ്യൂൺമെൻ്റ് എടുത്ത് പഠിച്ചവർക്കും ജോയിൻ ആവാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു സെഷൻ മാക്സിമം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതല്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ലെവലിൽ കുറേ സിമ്പിൾസ് ഉണ്ട് നമുക്ക്. അത് അറ്റ്യൂൺമെൻറ്റ് കൊടുക്കാതെ പബ്ലിക്കായിട്ട് ഇടുന്നതിനോട്, അതായത് ഞാൻ പഠിച്ചെടുത്തു എന്ന്, അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, അറ്റ്യൂൺമെൻറ്റ് ഇല്ലാതെ ഈ സിമ്പിൾസ് നമ്മൾ ഓപ്പണായിട്ട് പറയുകയോ ഒന്നും ചെയ്യരുതെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ റെക്കോർഡഡ് സെഷനായിട്ട് തരുന്നതുമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ദിവസം, അതായത് പോസ്റ്റിൽ ഞാൻ ഡീറ്റെയിൽസ് ഇടുന്നതാണ്. ആ ഒരു 2 ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽസ്. ആ ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ലിങ്ക് ത്രൂ ആ സെഷനിൽ ജോയിനായി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടൻറ്റിലേക്ക് പോകാം. കുറച്ച് സമയമെടുത്തു നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട്. കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ, ഹീലേഴ്സിന് എത്രിക് കോഡ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതായത് അവർ ലൈറ്റ് വർക്കേഴ്സ് ആയിരിക്കും, എംപാത്സ് ആയിരിക്കും, നോർമലി എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ ഈ ലൈറ്റ് വർക്കിങ്ങിൽ സോൾ പർപ്പസുമായിട്ട്, അതായത് അവരുടെ ഉള്ളിലെ ആ ഒരു ലൈറ്റിനെ മറ്റുള്ളവരിലേക്ക് ഒക്കൾട്ട് സയൻസ് ത്രൂ കൊടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റീസ് ത്രൂ കൊടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വിവിധ സ്പിരിച്വൽ ടൂൾസിലൂടെ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നവരായിരിക്കും ഹീലേഴ്സ് എന്ന് പറയുന്നവർ. അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ ഒരു എനർജറ്റിക് സെൻറ്ററിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു എനർജറ്റിക് സെൻറ്റേഴ്സിൽ നിന്നുള്ള ലൈറ്റ് കൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി ആയിരിക്കും ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അവർ വരുന്നതും ചെയ്യുന്നതും. അപ്പോൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ, ആസ് എ ഹീലർ എപ്പോഴും കുറച്ചൊന്ന് ലോവർ വൈബ്രേഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു സോളുമായിട്ടായിരിക്കും ഇൻട്രാക്റ്റ് ആവുന്നത്. അതിപ്പം ഏതൊരു ഹീലിങ്ങും ആയിക്കോട്ടെ, ഏതൊരു കൗൺസിലിംഗ് സെഷനും ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അപ്പോൾ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇവിടെ എനർജി എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. നമ്മളുടെ ആ ഒരു ലൈറ്റിനെ അവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ഉള്ളിലെ ആ ഒരു ഡാർക്ക്നെസ്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹീലറിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇവിടെ എക്സ്ചേഞ്ചിൽ ആ ഒരു
ലോവർ എനർജി, ലോവർ വൈബ്രേഷൻ നമ്മൾ പിക്ക് ചെയ്യാറുണ്ട് ഹീലേഴ്സ് ആകുമ്പോൾ. അപ്പോൾ ഇതിന് ഇനിയൊരു ഡൗട്ട് പലരും ചോദിച്ച് കേൾക്കുന്നത്, ഇപ്പോൾ ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കർമ്മ പിക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ കർമ്മ നമ്മൾ എടുക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും ക്ലാരിറ്റി തരാം. ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എനർജി നമ്മൾ പിക്ക് ചെയ്യുമോ എന്നുള്ളതിന് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ എനർജി എലിമിനേറ്റ് ചെയ്യാണ്ട് പിക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്രൊട്ടക്ഷനിലല്ല, പ്രോപ്പറായിട്ട് ഒരു നമ്മൾ ഹീൽഡല്ല. ഹീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേബിൾ എനർജിയിലല്ല എന്ന് പറഞ്ഞാൽ ഹീലേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരൊരു ഹയർ എനർജിയിലല്ലാണ്ട് സെഷൻസ് എടുക്കുമ്പോൾ പിന്നെ വന്നിട്ട് ഈ പറയുന്ന ആൾ, അതായത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളിൻ്റെ സ്റ്റോറി കേട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പല പ്രയാസങ്ങൾ, ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ്, ഇമോഷണൽ ബാഗേജസ് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിലേക്ക് ഇമോഷണലി കണക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഇമോഷൻസിനെ സ്പോഞ്ച് പോലെ നമ്മളിലേക്ക് വലിച്ചെടുത്തു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഹീലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചുകൂടെ ഒന്ന് ലോജിക്കലായിട്ട്, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ലോജിക്കലായിട്ടെന്ന് പറയുമ്പം 3D ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുക എന്നല്ല അതിൻ്റെ മീനിങ്. ഒത്തിരി എമ്പതിയിലേക്ക് അങ്ങ് നമ്മൾ സ്ലിപ്പായി പോവാണ്ട് നമ്മളുടെ ആ ഒരു അവെയർനെസ്സിലിരുന്നു കൊണ്ട്, ഇമോഷണൽ ബാലൻസിലിരുന്നു കൊണ്ട് എനർജി എത്രത്തോളം നമ്മൾ കൊടുക്കണോ അത്രത്തോളം കൊടുക്കുക. പക്ഷേ ആ ഒരു സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെയിനിലേക്ക് അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് അറ്റാച്ച്ഡ് ആയി പോകാതിരിക്കുക. ആൻഡ് ഈ ഒരു ഹീലിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ആ സ്റ്റോറി പിന്നെയും മൈൻഡിൽ റീപ്ലേ ചെയ്യുമ്പോൾ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കർമ്മത്തിലേക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കർമ്മ നമ്മളിലേക്ക് എടുക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യും നമ്മൾ സബ് കോൺഷ്യസ്ലി. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നുകൊണ്ട് ഹീലിംഗ് കൊടുക്കുക. ആ ഒരു പെയിനിനെ അത് അവരുടെ പെയിൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ ഒരു സെഷൻ കഴിയുമ്പം ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായിട്ട് ലോവർ എനർജി നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് ഇതെല്ലാം എനർജറ്റിക് കോഡ്സ് ആണ്, എത്രിക് കോഡ്സ് ആണ്. നാച്ചുറലി അത് കണക്റ്റ് ആവുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ഒരു സെഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഈവൻ യൂണിവേഴ്സിൻ്റെ വൈറ്റ് ലൈറ്റ് ആവാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ടൂൾസൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം ഹീലേഴ്സ് എന്ന് പറയുന്നവർ. അവർ ആ രേഖീൻ്റെയോ അല്ലെങ്കിൽ അതാത് സിമ്പിൾസ്, ഏഞ്ചലിക് ഹീലിങ്ങിൻ്റെ സിമ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ്സിൽ പോയി പോലും നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, ഏഞ്ചൽസിനെ വിളിച്ച് നമുക്ക് പ്രൊട്ടക്ഷൻസ് എടുക്കാം. ആ ഒരു ലെയറിൽ എപ്പോഴും ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഹീലിംഗ് എടുക്കുന്നതിന് മുമ്പ്. അടുത്തതായിട്ട് ഹീലിംഗ് എടുക്കുമ്പോൾ ഇത് ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് ഒരിക്കലും. ഇത് ഞാനൊരു ചാനൽ മാത്രമാണ്, അല്ലെങ്കിൽ ഞാനൊരു യൂണിവേഴ്സിൻ്റെ വെസൽ മാത്രമാണ്. ഇത് ഞാൻ ആ ഒരു വെസൽ ത്രൂ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് അവരിലേക്ക് എത്തിക്കുകയാണ്, യൂണിവേഴ്സിൻ്റെ ഹീലിംഗ് അവരിലേക്ക് എത്തിക്കുകയാണെന്നുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് വേണം എപ്പോഴും ഹീലിംഗ് ചെയ്യാൻ. കാരണം പലപ്പോഴും ഞാനാണ് ഹീലിംഗ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഈഗോ മൈൻഡ് സെറ്റായി. അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ ഇനിഷ്യൽ ഡേയ്സിലൊക്കെ ഹീലിംഗിലേക്ക് വരുമ്പോൾ നമുക്കൊരു പേടി കാണും. അറിഞ്ഞോ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ വീഡിയോസിൽ കേട്ടിട്ടുണ്ടാവാം, ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മളവരുടെ കർമ്മം എടുക്കും അല്ലെങ്കിൽ ലോവർ എനർജീസിലേക്ക് പോകും. ഇത് സബ് കോൺഷ്യസ്ലി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഡൗട്ടിൻ്റെ എനർജിയിൽ വന്നിട്ട് ഞാൻ ഈ ഹീലിംഗ് ചെയ്താൽ എൻ്റെ എനർജി ഡൗൺ ആകുമോ എന്നുള്ള ഒരു ഡൗട്ടിലേക്ക് വരുമ്പോൾ അതൊരു ഫിയർ ബേസ്ഡ് എനർജിയായി അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹീലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ എനർജി ഡൗൺ ആകുമോ, ദെൻ അത് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് വരും. അപ്പോൾ എല്ലായ്പ്പോഴും ഹീലിംഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുമ്പോൾ എന്നുള്ളത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു ഗിഫ്റ്റിലേക്ക് നമ്മൾ ടാപ്പ് ഇൻ ചെയ്തതാണ്, നമ്മളുടെ സ്പിരിച്വൽ ഗിഫ്റ്റിലേക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സോൾ പർപ്പസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അവിടെയും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ യൂണിവേഴ്സിൻ്റെ ഒരു വെസലാണ്, എന്നിലൂടെ യൂണിവേഴ്സ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന സോളിന് എന്താണോ ഗൈഡൻസ് കൊടുക്കാനുള്ളത്, എന്താണോ പറഞ്ഞു കൊടുക്കാനുള്ളത്, എന്താണോ ആ മൊമെൻറ്റിൽ അവർക്ക് ഹീൽ ചെയ്യാനുള്ളത് അത് ചെയ്ത് കൊടുക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് ആ ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഇരുന്നായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് മെത്തേഡിൽ ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ക്ലെൻസിങ് മെത്തേഡ്സ് ഒത്തിരി വീഡിയോസിൽ ഒത്തിരി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു അഗർബത്തി വെച്ചിട്ട് പോലും നമുക്ക് ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ആ ഒരു സ്പേസിനെ ക്ലെൻസ് ചെയ്യാവുന്നതാണ്. കർപ്പൂരം ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ക്ലെൻസിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഒരിക്കലും ഹീലിംഗ് സെഷൻസ് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഒരു ദിവസം ഒരു 5 എണ്ണം 6 എണ്ണം അങ്ങനെയൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈം ആൻഡ് സ്പേസ് എടുക്കുക. കാരണം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഹീലിംഗ് എടുത്തു, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സെഷൻ എടുക്കാണ്ടിരിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളുടെ എനർജി അറിഞ്ഞോ അറിയാതെ അവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളുടെ സോളിന് ഒന്ന് ബ്രെത്ത് എടുക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക. രണ്ടാമതായിട്ട് ആ ഒരു റൂമിലെ ലൈക്ക് ഒരു എയർ ഫ്ലോ കമ്പൽസറി ആയിട്ട് ഉറപ്പ് വരുത്തണം ഒരു ഹീലിംഗ് സെഷൻ കഴിയുമ്പോൾ. അതായത് ഒരു സെഷൻ കഴിഞ്ഞിട്ട് വിൻഡോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തിടുക. കുറച്ചൊന്ന് ടൈം ആൻഡ് സ്പേസ് കൊടുത്ത് അവിടെയും ക്ലെൻസ് ചെയ്യുക ഇൻറ്റൻഷൻ വെച്ചിട്ട്. ഇനി രേഖയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് ആ റൂം സിമ്പിൾസ് ഉപയോഗിച്ചടക്കം അവർക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത്, നമ്മളൊരു ഹീലർ ആകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് സ്പിരിച്വൽ ഗിഫ്റ്റിലേക്ക് ടാപ്പ് ഇൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്ന് പഠിച്ച ഒത്തിരി കാര്യങ്ങൾ കാണും. ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ അവർ അത്രയും ലൈവിൽ നമുക്കൊരു ഫിസിക്കലി ഒരു ഗുരുവിൻ്റെ ത്രൂ ആയിരിക്കാം നമ്മൾ പല സ്പിരിച്വൽ പ്രാക്ടീസുകളും പഠിക്കുന്നത്. അത് നമ്മുടെ സോളിൻ്റെ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഫീൽ ആവുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്യുക. അതായത് പറഞ്ഞു വന്നത്, നിങ്ങളുടെ വിസ്ഡത്തിലേക്ക് ടാപ്പിൻ ചെയ്യാനാണ് നമുക്കുള്ള ഏതൊരു സ്പിരിച്വൽ ജേർണിയും തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാവുള്ളൂ എന്നല്ല, കുറച്ച് കാര്യങ്ങളിൽ ആ ഒരു എക്സ്പാൻഷൻ, നിങ്ങളുടെ വിസ്ഡത്തിലേക്ക് കണക്റ്റായിട്ട് ആ ഒരു എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസിനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയാണ് എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് മേ ബി ഗൈഡൻസ് ആയിട്ട് വരുന്നത്. ഇത് ഇത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ്, നിങ്ങൾക്കുള്ള വിസ്ഡം, നിങ്ങൾക്കുള്ള പ്രാക്ടീസ് അതിൻ്റെ അനുസരിച്ച്. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ കണക്റ്റായി ഉള്ള കാര്യങ്ങൾ പറയാൻ ഒരിക്കലും ഹീലേഴ്സും മടിക്കരുത്. അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ ഹീലേഴ്സ് എന്ന് പറയുമ്പോൾ ഹീൽ ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ. അപ്പോൾ അവർ അത്രത്തോളം ഹയർ വൈബ്രേഷനിലായിരിക്കണം എല്ലായ്പ്പോഴും. പക്ഷേ നമ്മളൊരു ഹ്യൂമൻ ഫോമിലായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ ഇമോഷൻസും നമ്മളെ ഒരു ലോവർ എനർജീസിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇൻ ദ സെൻസ് നമ്മളെപ്പോഴും ലോവർ എനർജിയിലായിരിക്കുമെന്നല്ല, ചിലപ്പോൾ അവിടെ ഒരു ദിവസം നമ്മൾ കുറച്ചൊന്ന് ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ആവുമായിരിക്കും. കുറച്ച് ദിവസം ഏതെങ്കിലും ഒരു ഷാഡോ സെൽഫ് നമ്മളിലേക്ക് കൂടുതൽ സർഫേസിൽ വരുമായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം ഇപ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരാണെങ്കിൽ DFൻ്റെ അവേക്കനിങ് കഴിഞ്ഞ് അവരുടെ ഇന്നർ യൂണിയൻ കഴിഞ്ഞിട്ട് DMൻ്റെ അവേക്കനിങ് നടക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും എനർജി അപ്പ് ആൻഡ് ഡൗൺ ആവാറുണ്ട്. അതായത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളൊക്കെ പലപ്പോഴും അവർക്ക് തോന്നാറുണ്ട്, അത്രയും ബാലൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് പോലും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മാക്സിമം സെഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട്. പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹീലേഴ്സിന് ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു ഹയർ വൈബ്രേഷനിൽ നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഇന്നർ വർക്ക് മുടക്കാണ്ടിരിക്കുക. ഇന്നർ വർക്ക് എന്ന് പറയുമ്പം എല്ലാ സ്റ്റേജസിലും ഒരേപോലെ അല്ലായിരിക്കും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. ആ നിങ്ങൾ നിൽക്കുന്ന, അതായത് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഏത് ഫേസിൽ ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ഇന്നർ വർക്ക് കൺസിസ്റ്റൻ്റ്ലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമ്മൾ പലരുടെയും എനർജി പിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഈ എനർജീസ് എല്ലാം നമ്മളിലൊരു റെസ്റ്റ്ലെസ്നെസ് എല്ലായ്പ്പോഴും ഫീൽ ചെയ്യിക്കും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരിക്കലും ഈ ഒരു എനർജീസ് എടുത്ത് കഴിയുമ്പം ഗ്രൗണ്ടിങ് ചെയ്യാണ്ട് ഇരിക്കാതിരിക്കുക. അതായത് ഹീലേഴ്സ് ആണെങ്കിൽ ഗ്രൗണ്ടിങ് മസ്റ്റ് ആൻഡ് ഷുഡാണ്. ആൻഡ് ഈ ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ എർത്തുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന പോലെ, അതായത് ഭൂമിദേവിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുമ്പം ബെയർ ഫൂട്ടായിട്ട് നടക്കുമ്പോൾ
അല്ലെങ്കിൽ ചെടികളുണ്ടെങ്കിൽ ആ ചെടികളിലൊക്കെ നമ്മൾ കൈകൾ കൊണ്ട്, കാരണം നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ പാം ചക്രാസിലൂടെ ആയിരിക്കും നമ്മളുടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കയ്യിലുള്ള ആ ഒരു ചക്രാസിനെ ക്ലെൻസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ആ ഒരു ക്ലെൻസിങ് നടക്കാറുണ്ട്. അടുത്തായിട്ട് ഹീലിംഗ് കഴിഞ്ഞ് സാൾട്ട് വാട്ടറിൽ ബാത്ത് എന്ന് പറയുന്നത് അത് മസ്റ്റായിട്ട് നമ്മൾ അതൊന്ന് ശീലമാക്കി കഴിഞ്ഞാൽ ഒത്തിരി എനർജറ്റിക് കോഡ്സ് നമ്മളിൽ നിന്നും ഡിസോൾവ് ആവുന്നത് നമുക്ക് ഫീൽ ആകും. ആൻഡ് ആ വെള്ളം നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിന് നമ്മൾ ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്കൊക്കെ അറിയാം വെള്ളം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ചാർജ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ കുളിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് അവിടെ ഒരു ഇൻറ്റൻഷൻ കൊടുക്കാവുന്നതാണ്. എൻ്റെ എനർജറ്റിക് ബോഡിയിലുള്ള എല്ലാ കോഡ്സും ഇന്ന് ഞാൻ സംസാരിച്ച എല്ലാ ആൾക്കാരോടും അല്ലെങ്കിൽ ഹീലിംഗ് കൊടുത്ത എല്ലാ ആൾക്കാരുടെയും കോഡ്സ് ഇവിടെ ഡിസോൾവ് ആകുന്നു എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇൻറ്റൻഷൻ വെച്ചിട്ട് നിങ്ങളുടെ എനർജീനെ ടേക്ക് ബാക്ക് ചെയ്യാവുന്നതാണ്. അതായത് യൂണിവേഴ്സിൽ എവിടെയെങ്കിലും എൻ്റെ എനർജി ഉണ്ടെങ്കിൽ അതിനെ ഞാൻ തിരിച്ചു വിളിക്കുന്നു എന്നുള്ള രീതിയിൽ. ഏതൊരു സെഷൻ എടുക്കുമ്പോഴും ഒരു അൺകണ്ടീഷണൽ ലവിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന സോൾ മേ ബി അവരുടെ ആ ഒരു വൈബ്രേഷൻ മിസ്മാച്ച് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവുമോ ഇല്ലയോ, ഇതൊന്നും അല്ല അവരങ്ങനെ പറഞ്ഞു, അപ്പോൾ പിന്നെ നമ്മളും ഹീൽഡ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അവർ പറയുന്ന ഏതെങ്കിലും കാര്യം നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് നമ്മളിൽ ഹീൽഡ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് അത്രയും ക്ഷമയോടെ ഹീലിംഗ് സെഷൻസ് എടുക്കുക വിത്ത് ആൻ അൺകണ്ടീഷണൽ ലവ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു നോ പറയേണ്ടടുത്ത് നോ പറയേണ്ടതാണ്. ആ ഒരു ബോർഡർ ലൈൻ വെച്ചിട്ട്, അതായത് ഒരു ഡിവിനിറ്റിയിലേക്ക് വരുന്ന സോൾ, അതിപ്പോൾ ഫെമിനൈൻ എനർജി ആവാം, മസ്കുലൈൻ എനർജി ആവാം, അവർ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവരുടെ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജീനെ ഓവർഫ്ലോ ആക്കിയും അവിടെ എമ്പതി കാണിക്കാണ്ട് ആ ബാലൻസ് ചെയ്തുകൊണ്ട് ഹീലിംഗ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഹീലിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജറ്റിക് കോഡ്സ് കണക്റ്റ് ആവുന്നത് തേർഡ് ഐ ചക്രയിലും സേക്രൽ ചക്രയിലുമായിരിക്കും. അപ്പോൾ എല്ലാ സെഷൻ കഴിഞ്ഞിട്ടും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട് കോഡ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞു തരാനുള്ളത്. ഹീലേഴ്സിന് എത്രിക് കോഡ്സിനെ എങ്ങനെ തിരിച്ചറിയാമെന്നും എങ്ങനെ ക്ലെൻസ് ചെയ്യാമെന്നും. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, ടാരോ റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് ഒക്ടോബർ 10th തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.